ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തൂലിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് തൂലിപ്പിൻ്റെ നമ്മൾ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിതിൽ വലിയ പ്രോയൊന്നും അല്ല, ഞാനും യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിതേ തൂലിപ്പിൻ്റെ ആ ഒരു ബോഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ലീഫാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ ഈ തൂലിപ്പിൻ്റെ കുറച്ച് നീളത്തിൽ ഈ ഒരു നമ്മൾ ക്രോഷ്യ ചെയ്ത് എൻ്റെ ആകാറായ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് നീളത്തിൽ നമ്മൾ ഈ ഒരു നൂല് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം നമുക്കത് ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഫിലേക്ക് നടക്കാം കേട്ടോ. ലീഫ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. പിന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിക്കാനും എളുപ്പം. ആദ്യമൊന്നും എനിക്കിത് വിരലിൽ പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ബേസിക് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ചെയിൻസ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 17 ചെയിൻസോളം ചെയ്യണം. 17 or 21 ചെയിൻസോളം ചെയ്യണം കേട്ടോ. അതിനകത്താണ് നമ്മൾ ലീഫ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള 17 സ്റ്റിച്ചസ് നമുക്ക് ഇതിൽ ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു 17 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതേ ഫസ്റ്റ് ആ ഒരു ചെയിനെ സ്കിപ്പ് ചെയ്യുക. ഫസ്റ്റ് ചെയിനിലൊന്നും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള അടുത്ത ചെയിനിൽ നിന്ന് നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. പിന്നൊരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ അടുത്തതിൽ ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. 2-3 തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് കുറേ തവണ ചെയ്താണ് കേട്ടോ ഈ ഒരു ലീഫ് ഈ ഒരു സ്ട്രക്ചറിൽ എനിക്ക് കിട്ടിയത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചെയിൻസിലും സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ ക്രോഷ്യ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ. അന്നേരം ഇപ്പം നമുക്ക് ആ ഒരു അടിപൊളിയായിട്ടുള്ള 2 ലീഫ് കിട്ടും. ജോയിൻ്റ് ആയിട്ടുള്ള 2 ലീഫ് കിട്ടുവേ. നമ്മളിതേ ലീഫ് ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞു. നമ്മൾ ലീഫ് സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു നൂല് ഒന്നിൽ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇതായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ക്രോഷ്യയിൽ കണ്ടിട്ടുള്ളത് ബാക്കി നമ്മൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളതിലേക്ക് തന്നെ ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ട് അത് നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ട് നമ്മളത് ആ ഒരു കട്ട് ചെയ്ത് കളയാണ്. പിന്നെ നമുക്കിനി വേണ്ടതൊരു 30 ചെയിൻസ് ഉള്ളൊരു ചെയിൻ ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതൊരു 30 ചെയിൻ സ്റ്റിച്ചസ് വേണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലീഫിൽ കൊളുത്തിയിടാനുള്ള കീ ചെയിൻ, ആ ഒരു മാല പോലുള്ളൊരു സംഭവം നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 30 ചെയിൻ സ്റ്റിച്ചസ് വേണം. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാവേ. നമ്മൾ അത്രയും ചെയിൻ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു തൂലിപ്പിൻ്റെ ബോഡിയാണ് എടുക്കേണ്ടത്. ഈ ബാക്കി വരുന്ന കുറച്ച് നൂല് നമ്മൾ ആ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന മാജിക് റിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കുറച്ച് നൂലുണ്ടല്ലോ, അതെ, ഇത് നമ്മൾ ഇതുപോലെ അകത്തൂടെ എടുക്കണം. വെളിയിലേക്ക് എടുക്കരുത്, അകത്തൂടെ എടുത്ത് ഇത് നമുക്ക് അകത്ത് നമ്മുടെ പഞ്ഞി ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. ആ കൂട്ടത്തിൽ നമ്മളിതേ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ
ഒരു 30 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ലൂപ്പൂടെ നമുക്ക് ഇതിലേക്കൂടെ കയറ്റിയെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്കിത് കെട്ടി വെക്കണേ. ഇതേ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മണി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിലേക്ക് നമുക്കിത് ഇത് പഴയ പാവയുടെ പഞ്ഞി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. ഇല്ലെങ്കിൽ തലാണിയുടെ പഞ്ഞി നമുക്ക് കാണുമല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്താണെങ്കിലും മതി. ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പഞ്ഞി ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവന്ന ആ ഒരു നൂല് ഇത് സെയിം ആ ഒരു ഹാഫ് പോർഷനിലാക്കിയിട്ട് നമ്മൾ അതിനകത്തൂടെ ആ ഒരു നൂല് കയറ്റണം. ആ ഒരു ക്രോഷേ നീഡിൽ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിന് നമ്മുടെ ഈ ഒരു വലിയ നീഡിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ അത് വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നും. ഇതുപോലെ ഒരു 4 പാർട്ടാക്കിയിട്ട് നമ്മൾ നല്ല വലിച്ച് മുറുക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണേ, എങ്കിൽ മാത്രമേ അത് അത്രയും പ്രോപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ. നന്നായിട്ട് പഞ്ഞി അതിൽ ഫില്ല് ചെയ്യണം, എങ്കിലേ നല്ല ആ ഒരു ബോൾ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് വരത്തുള്ളേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ കണ്ടില്ലേ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 2 സ്റ്റിച്ച് താഴെയായിട്ട് നമ്മൾ വീണ്ടും കുത്തി ഇറക്കിയിട്ട് അതേപോലെ തന്നെ അപ്പുറത്തും 4 സൈഡിലും ആ ഒരു 2 സ്റ്റിച്ച് താഴെയായിട്ട് നമ്മൾ കുത്തി ഇറക്കി വെച്ചാൽ കറക്റ്റ് ആ ഒരു തൂലിപ്പിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ ഒരു ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കി വരുന്ന ഈ നൂല് ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചസിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇൻവിസിബിൾ ആക്കി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയാകും. ഒരുപാട് സ്റ്റിച്ച് ചെയ്യേണ്ട, കുറച്ചൊന്ന് നമുക്കൊന്ന് ഫിറ്റായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ബാക്കി വരുന്നതിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മൾ കാണാത്ത വിധം സ്റ്റിച്ച് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നല്ല പ്രോപ്പറായിട്ട് അത് ഇരിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഒരു തൂലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ അറ്റത്ത് നമുക്ക് ഫ്ലവർ ക്രിയേറ്റ് ചെയ്യണം. അതിന് മുൻപായിട്ട് നമുക്കിതേ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ആ ലീഫിൻ്റെ 2 ഹോളിൽ കൂടെ, കറക്റ്റ് സെൻറ്ററിലുള്ള 2 ഹോളിൽ കൂടെ നമ്മൾ ആ ചെയിൻ ഒരു 30 ചെയിൻസ് ചെയ്തെടുത്തില്ലേ, അത് അതിലേക്കൂടെ കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു തൂലിപ്പ് ഫ്ലവർ വിത്ത് ലീഫോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ 2 ഫ്ലവേഴ്സും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഗിലൊക്കെ തൂക്കിയിടാനുള്ള ഒരു കീ ചെയിനായിട്ടോ ഒരു ചാമായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ, ഒരു സബ്സ്ക്രൈബ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.